Anthrax. Anthrax is a chronic disease for human and it is transferred from animals and from our environment, especially from soil. So, which organism is causing anthrax? It is Bacillus Anthracis. എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പത്തോജനിക് ഓർഗാനിസം ആണ്. ആക്ച്വലി ഇത് നമ്മുടെ മൈക്രോബയോളജിയിലെ ഇമ്പോർട്ടൻറ്റ് പത്തോജനിക് ഓർഗാനിസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ബാസിലസ് ആന്ത്രാസിസ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ ബാസിലസ്? ബാസിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബാക്ടീരിയയുടെ ഒരു ടൈപ്പാണ്. ബേസ്ഡ് ഓൺ ദ മോർഫോളജി ബാക്ടീരിയയെ പല ടൈപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. കോക്കൈ, ബാസിലേ, അങ്ങനെ പല ടൈപ്പ് ഉണ്ടല്ലോ. മൈക്കോബാക്ടീരിയം. അതിൽ ബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയന് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഒരുപാട് ടൈപ്പുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറയുന്നത്. ആ ബാസിലസ് ആന്ത്രാസിസ് പഠിക്കുന്നതിന് മുന്നേ ബാസിലസ് എന്താണെന്ന് നോക്കാം. ബാസിലസ് ഇറ്റ് ഇസ് എ സ്പോറോജീനിയസ് റോഡ് ഷേപ്ഡ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ബാസിലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്പോറോജീനിയസ്, അതായത് സ്പോറ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളത്. സ്പോറോജീനിയസ്. ഇറ്റ് ഈസ് റോഡ് ഷേപ്ഡ്. അതിന്റെ ഷേപ്പ് എന്താണ്? ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണുന്നത് ഇറ്റ്സ് എ റോഡ് ഷേപ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഗ്രാം പോസിറ്റീവ്. ഗ്രാം പോസിറ്റീവ്. ഇത് പ്രധാനമായിട്ടുള്ള പോയിന്റ് ആണ്. ബാസിലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് സം പ്രോപ്പർട്ടീസ് ദാറ്റ് ഈസ് സ്പോറോജീനിയസ്, റോഡ് ഷേപ്പ് ആൻഡ് ഗ്രാം പോസിറ്റീവ്. ഇനി ഈ ബാസിലസിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, രണ്ട് ടൈപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് എയറോബിക് ബാസിലസ്, മറ്റൊന്ന് എന്താണ്? അനറോബിക് ബാസിലസ്. എന്താണ് എയറോബിക് ആൻഡ് അനറോബിക് എന്ന് പറഞ്ഞാൽ? ആ ബാക്ടീരിയ വളരുന്നതിന് ഓക്സിജൻ വേണമെങ്കിൽ അതിനെ എയറോബിക് എന്നും, ഓക്സിജൻ ഇല്ലാതെ വളരുന്ന ബാക്ടീരിയകളെ അനറോബിക് എന്നുമാണ് പറയുന്നത്. അപ്പൊ ബാസിലസിൽ തന്നെ ചില ബാക്ടീരിയകൾ എയറോബിക്കും ചില ബാക്ടീരിയകൾ അനറോബിക്കുമാണ്. അതിൽ എയറോബിക്കിന് എക്സാമ്പിൾ ആണ് ബാസിലസ് ആന്ത്രാസിസ്. മനസ്സിലായല്ലോ? അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ബാസിലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബാക്ടീരിയ. ബേസ്ഡ് ഓൺ ദ മോർഫോളജി ബാക്ടീരിയസ് ആർ ഡിവൈഡഡ് ഇൻടു ഡിഫറെന്റ് ടൈപ്സ്. അതിൽ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളതും റോഡ് ഷേപ്ഡ് ആയിട്ടുള്ളതുമായ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയാണ് ബാസിലസ് എന്ന് പറയുന്നത്. ഈ ബാസിലസിൽ രണ്ട് ടൈപ്പ് ബാക്ടീരിയകളുണ്ട്. ഒന്ന് ഓക്സിജന്റെ പ്രസൻസിൽ വളരുന്നതും ഒന്ന് ഓക്സിജൻ ഇല്ലാതെ വളരുന്നതും. അപ്പോൾ അതിൽ ഓക്സിജൻ പ്രസൻസിൽ വളരുന്നത് എയറോബിക് ബാസിലസ് എന്നും ഓക്സിജൻ ഇല്ലാതെ വളരുന്നത് അനറോബിക് ബാസിലസ് എന്നും പറയുന്നു. എയറോബിക് ബാസിലസിന് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന എക്സാമ്പിൾ ആണ് ബാസിലസ് ആന്ത്രാസിസ്. അനറോബിക്കിന് എക്സാമ്പിൾ ആണ് ക്ലോസ്ട്രീഡിയം. അതും മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇനി ഈ എയറോബിക് ബാസിലസിന് എക്സാമ്പിൾ ആയിട്ടുള്ള ആന്ത്രാസിസ്, പിന്നെ ബാസിലസ് സെറിയസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓർഗാനിസം ഉണ്ട്. അതും എയറോബിക്കിന് എക്സാമ്പിൾ ആണ്. സെറിയസ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഈ എയറോബിക് ബാസിലസ് യൂഷ്വലി എവിടെയാണ് കാണപ്പെടുന്നത്? ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ സോയിൽ, ഡസ്റ്റ്, എയർ, വാട്ടർ. എവിടെയൊക്കെ ഇത് കാണപ്പെടുന്നു? സോയിൽ, ഡസ്റ്റ്, എയർ, വാട്ടർ. ഓക്കെ. അപ്പൊ അത് മനസ്സിലായല്ലോ. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി ഒന്നുകൂടെ ഒന്ന് പറയാം. ബാസിലസ് സ്പോറോജീനിയസ്, റോഡ് ഷേപ്ഡ്, ഗ്രാം നെഗറ്റീവ്, and is divided into two types, in that aerobic Bacillus anthracis and Bacillus cereus, and these bacilluses are present in soil, dust, air and water. നെക്സ്റ്റ് നമ്മളിവിടെ ആന്ത്രാക്സിനെ കുറിച്ച് ഒന്ന് രണ്ട് പോയിന്റ് പറയാൻ പോവുകയാണ്. എന്താണ് ആന്ത്രാക്സ്? It is caused by spore forming bacterium called Bacillus anthracis. Anthrax is an acute febrile disease of virtually all warm blooded animals including man. മനുഷ്യൻ ഉൾപ്പെടെ എല്ലാ വാം ബ്ലഡഡ് അനിമൽസിലും വരാൻ സാധ്യതയുള്ള ഒരു അക്യൂട്ട് ആൻഡ് febrile disease. It is anthrax and it is caused by a microorganism. It's a spore forming bacteria. It is called Bacillus anthracis. Bacillus anthracis. Anthrax is usually transmitted to human
സെക്കൻഡറി, അതായത് ഡയറക്ട്ലി ബാസിലസ് ആന്ത്രാസിസ് മനുഷ്യനിൽ വരുന്നില്ല. സെക്കൻഡറിലി ആണ് വരുന്നത്. മറ്റു മൃഗങ്ങളിലെത്തി അവിടെ നിന്നാണ് മനുഷ്യനിലോട്ട് എത്തുന്നത്. വി യൂഷ്വലി ഗെറ്റ് ഇറ്റ് ഫ്രം അനിമൽസ് സച്ച് ആസ് ഷീപ്പ്, കാറ്റിൽ, ഹോഴ്സസ്, ഗോട്ട്, പിഗ്. പിഗ്സ് ആൻഡ് ഹോഴ്സസ് റെയർലി ഗെറ്റ് ആന്ത്രാക്സ്. പന്നികളും കുതിരകൾക്കും വളരെ റെയർ ആയിട്ടാണ് ആന്ത്രാക്സ് കിട്ടുന്നത്. എന്നാൽ പോലും അവരിലൂടെയും ഇത് മനുഷ്യനിലോട്ട് പടരുന്നുണ്ട്. യൂഷ്വലി ഗെറ്റ് ഫ്രം വിച്ച് ആനിമൽ? ത്രൂ ഷീപ്പ്, കാറ്റിൽ പശുക്കളിൽ നിന്നും, ആടുകളിൽ നിന്നും, കുതിരകളിൽ നിന്നും, പന്നികളിലൂടെയുമാണ് നമുക്ക് സെക്കൻഡറി ആയിട്ട് എന്ത് കിട്ടുന്നത്? ആന്ത്രാക്സ് മനുഷ്യന് ഡെവലപ്പ് ചെയ്യുന്നത്. പ്രൈമറിലി ഇത് ആരിൽ കാണപ്പെടുന്നു? ആനിമൽസിൽ. സെക്കൻഡറിലി ഇത് ആരിൽ വരുന്നു? മനുഷ്യനിൽ വരുന്നു. ഇറ്റ് വാസ് ഈ ഒരു ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്, അതായത് വളരെ നമ്മുടെ മൈക്രോബയോളജിയുടെ ഇനിഷ്യൽ സ്റ്റേജസ്, മൈക്രോബയോളജി എന്നുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യത്തെ സ്റ്റേജുകളിൽ കണ്ടുപിടിച്ച മൈക്രോ ഓർഗാനിസത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസമാണ് ബാസിലസ് ആന്ത്രാസിസ്. ഇവിടെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പറയുകയാണ്, ഒന്ന് നോട്ട് ചെയ്തോളാം. ഇറ്റ് വാസ് ദ ഫസ്റ്റ് പാത്തോജനിക് ബാക്ടീരിയം ടു ബി ഒബ്സർവ്ഡ് അണ്ടർ ദ മൈക്രോസ്കോപ്പ്. അതായത് മൈക്രോസ്കോപ്പിൽ ആദ്യമായിട്ട് കണ്ട പെത്തോജനിക് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത പഠിച്ച പെത്തോജനിക് ബാക്ടീരിയമാണ് ബാസിലസ് ആന്ത്രാസിസ്. ഒരു ഒൺവേർഡ് ക്വസ്റ്റ്യൻ. വിച്ച് മൈക്രോ ഓർഗാനിസം ടു ഒബ്സർവ്ഡ് അണ്ടർ ദ മൈക്രോസ്കോപ്പ് ഫോർ ദ ഫസ്റ്റ് ടൈം? ആദ്യമായിട്ട് നമ്മൾ ഏത് മൈക്രോ ഓർഗാനിസമാണ് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തത്? പെത്തോജനിക് ബാക്ടീരിയം ഏതായിരുന്നു? ദാറ്റ് ഈസ് ബാസിലസ് ആന്ത്രാസിസ്. നെക്സ്റ്റ് വൺ, ദ ഫസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഷോൺ ടു ബി ട്രാൻസ്മിറ്റഡ് ബൈ ഇനോക്കുലേഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ബ്ലഡ്. ഇറ്റ് വാസ് ആന്ത്രാക്സ്. അതായത് ഒരു മൈക്രോ ഓർഗാനിസം എൻ്റർ ചെയ്ത് ഒരു മനുഷ്യൻ്റെയോ ഒരു മൃഗത്തിൻ്റെയോ ശരീരം അത് ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ആ ഇൻഫെക്റ്റഡ് ബ്ലഡ് മറ്റു വ്യക്തികളിലോട്ട് ഇത് പകരാം എന്നുള്ള അത്തരത്തിലുള്ള ഫസ്റ്റ് കണ്ടുപിടിച്ച കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഏതായിരുന്നു? ദാറ്റ് ഈസ് ആന്ത്രാക്സ്. Bacillus anthracis was first bacillus to be isolated in pure culture and shown to possess spore. ആരാണിത് കണ്ടുപിടിച്ചത്? ഇറ്റ് ഈസ് റോബർട്ട് കോച്ച്. ബാസിലസ് ആന്ത്രാസിസ് ആദ്യമായിട്ട് പ്യുവർ കൾച്ചറിൽ ഐസൊലേറ്റ് ചെയ്ത, വേർതിരിച്ച് മൈക്രോ ഓർഗാനിസം കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ സ്പോറുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത് ആരായിരുന്നു? റോബർട്ട് കോച്ചാണ് 1876. It was in studies on anthrax that Koch demonstrated for the first time a set of criteria for postulates. Koch postulates. ഈ ആന്ത്രാക്സ് അല്ലെങ്കിൽ ഈ ആന്ത്രാസിസ്, ബാസിലസ് ആന്ത്രാസിസ് എന്നുള്ള ഈ ബാക്ടീരിയ കൺസിഡർ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ടായിരുന്നു റോബർട്ട് കോച്ച് പോസ്റ്റുലേറ്റ്സ്. നമ്മൾ ആ ഫസ്റ്റ് യൂണിറ്റിലെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്നുണ്ട്. റോബർട്ട് കോച്ച് പോസ്റ്റുലേറ്റ്സ് തയ്യാറാക്കിയിരിക്കുന്നത്. The first bacterium used for the preparation of an attenuated vaccine. ലൂയിസ് പാസ്റ്റർ ആദ്യമായിട്ട് അറ്റന്യൂവേറ്റഡ് വാക്സിൻ തയ്യാറാക്കി. അങ്ങനെ ആദ്യമായിട്ട് അറ്റന്യൂവേറ്റഡ് വാക്സിൻ തയ്യാറാക്കിയത് ഏത് ബാക്ടീരിയയിൽ നിന്നായിരുന്നു? ബാസിലസ് ആന്ത്രാസിസ് എന്നുള്ള ഈ ബാക്ടീരിയയിൽ നിന്നായിരുന്നു. നോബൽ പ്രൈസ് വിന്നർ മെച്ച്നിക്കോഫ് സ്റ്റഡീഡ് വിറുലന്റ് ആൻഡ് അറ്റന്യൂവേറ്റഡ് സ്ട്രെയിൻസ് ഓഫ് ബാസിലസ് ആന്ത്രാസിസ് ഇൻ ഹിസ് പയനിയറിംഗ് വർക്ക് ഓൺ ഫാഗോസൈറ്റോസിസ്. അതായത് നമ്മുടെ മെച്ച്നിക്കോഫ് എന്നുള്ള മൈക്രോബയോളജിസ്റ്റ് ബാസിലസ് ആന്ത്രാസിസിൻ്റെ വിരുലൻസിയെക്കുറിച്ചും അതിൻ്റെ അറ്റന്യൂവേറ്റഡ് സ്ട്രെയിൻസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അദ്ദേഹത്തിന് അതിനെന്ത് ലഭിച്ചു? നൊബൽ പ്രൈസ് ലഭിക്കുകയും ചെയ്തു. സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ബാസിലസ് ആന്ത്രാസിസിനെ കുറിച്ച് ഓൺവേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ചില പോയിന്റ്സുകളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് അതിൻ്റെ ബാസിലസ് ആന്ത്രാസിസിൻ്റെ മോർഫോളജിയിലോട്ട് പോകാം. ബാസിലസ് ആന്ത്രാസിസ് എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു. ബാസിലസ് ആന്ത്രാസിസ് ഇസ് എ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ഇറ്റ് ഈസ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. നോൺ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആണ്. അതായത് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ചെയ്യുന്ന ബാക്ടീരിയ അല്ല ഇത്. ഇറ്റ് ഈസ് നോൺ motile ആണ്. നോൺ ആസിഡ് ഫാസ്റ്റ്, നോൺ motile, and the size of this bacteria, it is large, 3 to 10 micrometer into 1 to 1.6 micrometer ആണ് ഈ ഒരു ബാക്ടീരിയയുടെ സൈസ്. ബാസിലസ് ആന്ത്രാസിസ് ഇസ് ദ വൺ ഓഫ് ദ ലാർജസ്റ്റ് പെത്തോജനിക് ബാക്ടീരിയ. വലിയ ബാക്ടീരിയകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബാക്ടീരിയയാണ് ബാസിലസ് ആന്ത്രാസിസ്. അതിൻ്റെ സൈസ് എത്രയാണ്? 3 to 10 മൈക്രോമീറ്റർ ഇൻറ്റു 1 to 1.6 മൈക്രോമീറ്റർ. അത് ഏകദേശം ഈ ഒരു റേഞ്ച് തന്നെയാണ്, 3 to 8
by 1 to 1.3 മൈക്രോമീറ്റർ. ഇതൊരു ഗ്രാം പോസിറ്റീവ് ആണ്, നോൺ ആസിഡ് ഫാസ്റ്റ് ആണ്, നോൺ മൊട്ടൈൽ ആണ്, സ്ട്രെയിറ്റ് ആണ്, സ്പോറിംഗ് ബാസിലസ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വലിയ ബാക്ടീരിയ ആണ്, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ്, നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ആണ്, നോൺ മൊട്ടൈൽ ആണ്, സ്ട്രെയിറ്റ് ആണ്, സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ്. ഇറ്റ് ഈസ് റെക്ടാങ്കുലാർ ഇൻ ഷേപ്പ്. അതിൻ്റെ ഷേപ്പ് എന്താണ്? റെക്ടാങ്കിൾ ഷേപ്പാണ്. ആൻഡ് അറേഞ്ച്ഡ് ഇൻ ഫിലമെൻറ്റസ് ചെയിൻ ഇൻ കൾച്ചറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫിലമെൻറ്റസ് ചെയിനുകളായിട്ട് തുടർച്ചയായിട്ട് കാണപ്പെടുന്ന ചെയിനുകളായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സ്പോർ ഫോമിങ് ഓൾസോ. ഇത്രയുമാണ് മോർഫോളജിയിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനിയും കുറച്ച് പോയിന്റ്സ് കൂടി ഉണ്ട്, അത് ഞാൻ കൂടെ ഒന്ന് പറയാം. വേറെ എന്ത് പോയിന്റ്സ് നിങ്ങൾ എഴുതിയില്ലെങ്കിലും ഇത്രയും കാര്യങ്ങൾ, ഗ്രാം പോസിറ്റീവ്, നോൺ ആസിഡ് ഫാസ്റ്റ്, നോൺ മൊട്ടൈൽ, അതിൻ്റെ സൈസ്, അതുപോലെ സ്പോർ ഫോമിങ്, റെക്ടാങ്കുലർ ഷേപ്പ്, ചെയിൻ ആയിട്ടാണ് കൾച്ചറിൽ കാണപ്പെടുന്നത്. ഇത്രയും നിങ്ങൾ മെൻഷൻ ചെയ്യും. സ്പോർസ് ആർ റിഫ്രാക്റ്റൈൽ, ഓവൽ. അതിലെ സ്പോറുകൾ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ടീരിയയുടെ ബാസിലസ് ആന്ത്രാസിസിന്റെ സ്പോറുകൾ എന്താണ്? റിഫ്രാക്റ്റൈൽ ആണ്. നോട്ട് ചെയ്തോളാം, റിഫ്രാക്റ്റൈൽ ആണ്, ഓവൽ ആണ്, സെൻട്രൽ ഇൻ പൊസിഷൻ ആണ്. ഇതിന്റെ സെൻട്രൽ ആയിട്ടാണ് ഇതിന്റെ പൊസിഷൻ. റിഫ്രാക്റ്റൈലും ഓവലും സെൻട്രൽ പൊസിഷനുമാണ്. സെയിം വിഡ്ത്ത് ആസ് ബാസിലറി ബോഡീസ്. സെയിം നമ്മുടെ ബാസിലറി ബോഡിയുടെ അതേ വിഡ്ത്തിൽ അതിന്റെ ഈ ഒരു സ്പോറിന്റെ വിഡ്ത്തും കാണപ്പെടുന്നു. സ്പോർസ് ആർ റിഫ്രാക്റ്റൈൽ, ഓവൽ, സെൻട്രൽ ഇൻ പൊസിഷൻ, സെയിം വിഡ്ത്ത് ആസ് ബാസിലറി ബോഡി. ഇൻ ഇൻഫെക്റ്റഡ് ടിഷ്യൂ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോട്ട് ചെയ്തോളുക. ഇൻ ഇൻഫെക്റ്റഡ് ടിഷ്യൂസ് ദ ബാസിലേ ആർ ഫൗണ്ട് സിംഗ്ലി. ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു അനിമലിൽ ഈ മൈക്രോ ഓർഗാൻസ്, ഈ ഒരു ബാക്ടീരിയ എൻ്റർ ആവുകയും അവിടെ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ബാക്ടീരിയ എങ്ങനെയാണ് കാണപ്പെടുന്നത്? സിംഗിൾ ആയിട്ടാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ പെയർഡ് രണ്ടെണ്ണം ചേർന്നായിരിക്കും കാണപ്പെടുന്നത്, അല്ലെങ്കിൽ വളരെ ഷോർട്ട് ചെയിനുകളായിട്ടായിരിക്കും കാണപ്പെടുന്നത്. എൻറ്റയർ ചെയിൻ ഈസ് സറൗണ്ടഡ് ബൈ ക്യാപ്സ്യൂൾ. മുഴുവൻ എല്ലാ ചെയിനും എന്ത് ചെയ്യുന്നു? ക്യാപ്സ്യൂൾ കൊണ്ട് കവർ ചെയ്തിട്ടും ഉണ്ടാകും. എന്നാൽ സ്പോർസ് ആർ നെവർ ഫൗണ്ട് ഇൻ ആനിമൽ ബോഡി ബട്ട് ഫോംഡ് ഇൻ കൾച്ചർ ഓർ സോയിൽ. അനിമൽസിന്റെ ശരീരത്തിൽ സ്പോറുകൾ നമുക്ക് കാണാൻ പറ്റില്ല. എന്നാൽ നമ്മൾ കൾച്ചർ ചെയ്യുന്ന സമയത്തോ മണ്ണിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളോ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ സ്പോറുകൾ നമുക്ക് കാണാൻ പറ്റുന്നു. സ്പോറുലേഷൻ occurs under unfavorable conditions, increased by in distilled water and 2% sodium chloride, and it is inhibited by calcium chloride. ആ പോയിന്റിൽ എന്താ പറയുന്നത്? സ്പോറുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോറുലേഷൻ ഈസ് ദ പ്രൊഡക്ഷൻ ഓർ ക്രിയേഷൻ ഓർ മേക്കിംഗ് ഓർ റീപ്രൊഡക്ഷൻ ഓഫ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് സ്പോറുലേഷൻ എന്ന് പറയുന്നത്. ഈ സ്പോറുലേഷൻ അൺഫേവറബിൾ കണ്ടീഷൻസിൽ പോലും നടക്കുന്നു. അതുകൂടാതെ സ്പോറുലേഷൻ നമുക്ക് കൂട്ടാൻ സാധിക്കുന്നു. എങ്ങനെ? ഇഫ് ഇറ്റ് ഈസ് ഹാപ്പൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ ഓർ 2% സോഡിയം ക്ലോറൈഡ്. 2% സോഡിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിലോ ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ പ്രസൻസിലോ ആണെങ്കിൽ ബാസിലസ് ആന്ത്രാസിസിൻ്റെ സ്പോറുലേഷൻ നമുക്ക് കൂട്ടാൻ പറ്റുന്നു. ഇനി എങ്ങനെ നമുക്ക് സ്പോറുലേഷൻ്റെ അളവ് കുറയ്ക്കാം? if there is the presence of calcium chloride. കാൽസ്യം ക്ലോറൈഡ് പ്രസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ തോത്, സ്പോറുലേഷൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാനും പറ്റുന്നു. ഇതുകൂടാതെ കൾച്ചർ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമുക്ക് നോട്ട് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് ക്യാപ്സ്യൂൾസ് ആർ ഫോംഡ് ഇൻ ദ അനിമൽ ബോഡി ഓർ മീഡിയം ഓഫ് കൾച്ചർ if there is a presence of bicarbonate or an incubated under 10 to 20% of carbon dioxide. അതായത് ബൈകാർബണേറ്റിന്റെ പ്രസൻസോ അല്ലെങ്കിൽ 10 to 25% കാർബൺ ഡയോക്സൈഡോ അവിടെ ഉണ്ടെങ്കിൽ ഈ ബാക്ടീരിയ അല്ലെങ്കിൽ അതിന്റെ മീഡിയം എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? ക്യാപ്സ്യൂൾസ്, പ്രസൻസ് ഓഫ് ക്യാപ്സ്യൂൾസ് വിൽ ക്യാൻ സീ ഇൻ ദ കൾച്ചർ. ഓക്കെ, അതും പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നെക്സ്റ്റ് വൺ, വെൻ ബ്ലഡ് ഫിലിംസ് കണ്ടെയ്ൻ ആന്ത്രാക്സ് ബാസിലൈ ആർ സ്റ്റെയിൻഡ് വിത്ത് polychromethylene blue for a few seconds and examined under the microscope, an amorphous purplish material is noticed around the blue
ബാസില്ലേ. ഓക്കെ, എപ്പോഴാണോ നിങ്ങൾ ബ്ലഡ് ഫിലിംസ്, അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു അനിമലിൻ്റെ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്ത് ആന്ത്രാക്സ് ബാസില്ലേ ഉള്ളതാണെങ്കിൽ അത് നമ്മൾ സ്റ്റെയിൻ ചെയ്യുമ്പോൾ എന്തുപയോഗിച്ച് സ്റ്റെയിൻ ചെയ്യുമ്പോൾ പോളിക്രോം മെത്തിലിൻ ബ്ലൂ ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്യുമ്പോൾ, എന്നിട്ട് സ്റ്റെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ മൈക്രോസ്കോപ്പിൽ എക്സാമിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്ത് പ്രത്യേകത കാണാൻ പറ്റും? ആൻ അമോർഫസ് പർപ്പിളിഷ് മെറ്റീരിയൽ, ഒരു നീല കളർ, ഒരു പർപ്പിൾ കളറിലുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് ബ്ലൂ ബാസിലേക്ക് സറൗണ്ടിങ് ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകതയാണ് ഞാനിവിടെ പറഞ്ഞത്. അതായത് ബാസിലസ് ആന്ത്രാസിസ് അതിൻ്റെ ഒരു ബ്ലഡ് സാമ്പിൾ നിങ്ങൾ സ്റ്റെയിനിങ് ചെയ്താൽ വിത്ത് പോളിക്രോം മെത്തിലിൻ ബ്ലൂ ഉപയോഗിച്ച് നിങ്ങൾ അവിടെ സ്റ്റെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ ബാസിലയുടെ ചുറ്റും ഒരു പർപ്പിളിഷ് മെറ്റീരിയൽ കാണാൻ പറ്റും. ഇത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ ഒരു പർപ്പിളിഷ് കണ്ടീഷൻ എന്താണ്? ആ ഒരു കളർ ചേഞ്ച് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ പ്രസൻസ് ഓഫ് capsular material. It represents the capsular material and this characteristics of the anthrax bacillus. Anthrax bacillusന് മാത്രമുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത്. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭാസത്തെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. എന്താണത്? എംഫെഡിയൻ റിയാക്ഷൻ. എംഫെഡിയൻ റിയാക്ഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. എന്താണ് എംഫെഡിയൻ റിയാക്ഷൻ എന്ന് പറയുന്നത്? ആന്ത്രാക്സ് ബാസിലസിന് സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ അതിൽ എന്തുപയോഗിച്ച് സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ പോളിക്രോം മെത്തിലിൻ ബ്ലൂ ഉപയോഗിച്ച് സ്റ്റെയിനിങ് ചെയ്താൽ നമ്മൾ ആ മൈക്രോസ്കോപ്പിൽ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ബാസിലേക്ക് ചുറ്റും ഒരു ബ്ലൂ അല്ലെങ്കിൽ പർപ്പിളിഷ് മെറ്റീരിയൽ കാണാൻ പറ്റുന്നു. ഇത് അതിൻ്റെ ക്യാപ്സ്യൂളാണ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ക്യാപ്സുലാർ മെറ്റീരിയൽ ഓഫ് ദ ബാസിലസ്. ദിസ് ഫിനോമിന ഓർ ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് എംഫെഡിയൻ റിയാക്ഷൻ. ഇത് എന്തിനാണ് ഈ എംഫെഡിയൻ റിയാക്ഷൻ ഇവിടെ ഞാൻ പറഞ്ഞത്? അതായത് ഒരു വ്യക്തിക്ക് ആന്ത്രാക്സ്, ഒരു അനിമലോ ഒരു മനുഷ്യനോ ആർക്കെങ്കിലും ആന്ത്രാക്സ് ഉണ്ടെന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ അവരുടെ സാമ്പിൾ എടുത്ത് നമ്മളിങ്ങനെ സ്റ്റെയിനിങ് ചെയ്ത് നോക്കുമ്പോൾ എംഫെഡിയൻ റിയാക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ നമുക്കവിടെ അവർക്ക് ആന്ത്രാക്സ് ഉണ്ട് എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് വൺ, കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇൻ കൾച്ചർ ഇറ്റ് ഈസ് എയറോബിക്, ഫാക്കൾട്ടേറ്റീവ്, അനറോബിക്. ഞാൻ ഓൾറെഡി പറഞ്ഞു ബാസിലസ് ഈസ് എയറോബിക്, എക്സ്പെഷ്യലി ബാസിലസ് ആന്ത്രാസിസ് ഈസ് എയറോബിക്. എന്നാൽ വളരെ റെയറായിട്ട് ആനറോബിക്കും ആകാറുണ്ട്. It grow in a optimum temperature of 37 degrees Celsius and it ranges from 12 to 45 degrees Celsius. ബാസിലസ് ആന്ത്രാസിസ് വളരാൻ വേണ്ട ടെമ്പറേച്ചർ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ്. അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 12 to 45 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ ഓർഡിനറി മീഡിയ, അവിടെ എൻറിച്ച് മീഡിയ ഒന്നും തന്നെ അവിടെ വേണ്ട. നോർമൽ ഓർഡിനറി മീഡിയയിൽ പോലും ഈ ഒരു ബാക്ടീരിയ വളരും. ഇനി ഇത് നമ്മുടെ ബാസിലസ് ആന്ത്രാസിസ് വളർത്തുന്ന അല്ലെങ്കിൽ കൾച്ചർ ചെയ്യുന്ന മീഡിയം ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ന്യൂട്രിയൻ്റ് അഗർ മീഡിയം. ഓൺ ന്യൂട്രിയൻ്റ് അഗർ കോളനീസ് ആർ ഇറഗുലർലി റൗണ്ട്. അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇറഗുലർലി റൗണ്ട് കോളനീസ് കാണാൻ പറ്റും. 2 to 3 millimeter ഡയമീറ്റർ ആയിരിക്കും, റേസ്ഡ് ആയിരിക്കും, ഡൾ ആയിരിക്കും, ഒപ്പേക്ക് ആയിരിക്കാം, ഗ്രേഷ് വൈറ്റ് ആയിരിക്കാം, വിത്ത് ഫ്രോസ്റ്റഡ് ഗ്ലാസ് അപ്പിയറൻസ് ആയിരിക്കും അത് കാണപ്പെടുന്നത്. കോളനീസ് ആർ റൗണ്ട്, 2 to 3 millimeter ഡയമീറ്റർ, റേസ്ഡ്, ഒപ്പേക്ക് or grayish white in color. ഓക്കെ, അണ്ടർ ലോ പവർ മൈക്രോസ്കോപ്പ്, നമ്മൾ ലോ പവർ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ എഡ്ജ് ഓഫ് ദ കോളനി ഈസ് കമ്പോസ്ഡ് ഓഫ് ലോങ് ഇന്റർലേസിംഗ് ചെയിൻ ഓഫ് ബാസില്ലേ റിസംബ്ലിംഗ് ലോക്ക് ഓഫ് മാറ്റഡ് ഹെയർ. 2 മുടികൾ ചേർന്ന് കുടുങ്ങിയിരിക്കുന്നത് പോലെ, ലോക്കായിരിക്കുന്നത് പോലത്തെ ഒരു അപ്പിയറൻസിലാണ് ഈ കോളനി കാണപ്പെടുന്നത്. ഈ അപ്പിയറൻസിനെ എന്ത് പറയുന്നു? മെഡൂസ ഹെഡ് അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മളിവിടെ പറഞ്ഞ കൾച്ചർ മീഡിയം ന്യൂട്രിയൻ അഗറാണ്. അതിൽ ന്യൂട്രിയൻ അഗറിൽ കോളനീസ് എങ്ങനെ കാണപ്പെടുന്നു? ഇറഗുലർലി റൗണ്ട്, 2 to 3 millimeter in diameter, raised, dull, opaque, grayish white with a frosted glass appearance. Under low power microscope, the edge of the colony is composed of long interlacing chain of bacilli. Like it will resemble like a lock of hair. And this appearance is known as Medusa head appearance. അപ്പോൾ ഏത് ബാക്ടീരിയയാണ് നമ്മൾ കൾച്ചർ ചെയ്യുമ്പോൾ മെഡുസ ഹെഡ് അപ്പിയറൻസ് കാണുന്നത്? ബാസിലസ് ആന്ത്രാസിസ്. നെക്സ്റ്റ് കൾച്ചർ മീഡിയം ദാറ്റ് ഈസ് ബ്ലഡ് അഗർ.
Colonies on horse and sheep blood agar are virtually non-hemolytic. നമ്മൾ ബ്ലഡ് അഗർ മീഡിയത്തിലാണ് ഇത് കൾച്ചർ ചെയ്യുന്നതെങ്കിലും അവിടെ നോൺ ഹീമോലൈറ്റിക്, അതായത് ബ്ലഡ് സാമ്പിൾ എടുത്ത് നമ്മൾ കൾച്ചർ ചെയ്യുന്നു. ഒരിക്കലും അവിടെ ഹീമോലൈറ്റിക് റിയാക്ഷൻ അവിടെ നടക്കുന്നില്ല. ബ്ലഡ് സെൽസ് ഒരിക്കലും അവിടെ നശിക്കുന്നില്ല, ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നില്ല. ദർ ഇസ് നോ ഹീമോലൈറ്റിക് റിയാക്ഷൻ. In a gelatin slab, next culture, gelatin stab. There is growth down the stab line with the lateral spikes. ചെറിയ സ്പൈക്കുകളോടുകൂടി സർഫസ് ലോങ്ങർ നിയർ ദ സർഫസിന് അടുത്തോട്ട് വരുന്നതോറും സ്പൈക്സുകളുടെ നീളം കൂടിക്കൂടി വരത്തക്ക രീതിയിൽ സ്പൈക്സുകളോട് കൂടിയാണ് ഇത് കാണപ്പെടുന്നത്. ഇതിനെ എന്ത് അപ്പിയറൻസ് എന്ന് പറയുന്നു? ഇൻവേർട്ടഡ് ഫിർ ട്രീ അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. ജലാറ്റിൻ സ്റ്റാബ് കൾച്ചറിൽ ബാസിലസ് ആന്ത്രാസിസിന്റെ അപ്പിയറൻസിനെ എന്ത് പറയുന്നു? ഇൻവേർട്ടഡ് ഫിർ ട്രീ അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കൾച്ചർ മീഡിയം, ദാറ്റ് ഈസ് സെലക്റ്റീവ് മീഡിയം. എ സെലക്റ്റീവ് മീഡിയം അല്ലെങ്കിൽ പ്ലട്ട് മീഡിയം, PLET മീഡിയം, കൺസിസ്റ്റിംഗ് ഓഫ് എന്തൊക്കെയാണ് ഈ ഒരു സെലക്റ്റീവ് മീഡിയത്തിനകത്ത് എന്തൊക്കെ സബ്സ്റ്റൻസസ് കാണപ്പെടുന്നു? പോളിമിക്സിൻ, ദാറ്റ് ഈസ് P, ലൈസോസൈം, L, എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്, EDTA, ദാറ്റ് ഈസ് E, T, ടാലസ് അസറ്റേറ്റ്, T. പിന്നെ ഹാർട്ട് ഇൻഫ്യൂഷൻ അഗറും, ഇതിൽ ഹാർട്ട് ഇൻഫ്യൂഷൻ അഗറും കൂടെ ചേർത്താണ് പ്ലഡ് മീഡിയം അല്ലെങ്കിൽ സെലക്റ്റീവ് മീഡിയം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് എന്തിനു വേണ്ടി സാധാരണ എന്തിനുപയോഗിക്കുന്നു? ബാസിലസ് ആന്ത്രാസിസ് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. കാരണം ഈ മീഡിയത്തിൽ മറ്റൊരു ബാക്ടീരിയകളും മറ്റൊരു സ്പോർ ബിയറിംഗ് ബാസിലെയും അവിടെ വളരത്തില്ല. സോ ബാസിലസ് ആന്ത്രാസിസ് മാത്രമാണ് ഇവിടെ വളരുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സെലക്റ്റീവ് മീഡിയത്തിൽ എന്തൊക്കെയുണ്ട്? പോളിമിക്സിനുണ്ട്, ലൈസോസൈം ഉണ്ട്, എത്തിലിൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്, ദാറ്റ് ഈസ് EDTA ഉണ്ട്, ടാലസ് അസറ്റേറ്റ് ഉണ്ട്, ഹാർട്ട് ഇൻഫ്യൂഷൻ അഗറുണ്ട്. ഇത്രയും ചേർത്തുള്ള ഈ സെലക്റ്റീവ് മീഡിയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കൾച്ചർ മീഡിയം. ഇത് കൂടാതെ സോളിഡ് മീഡിയം കണ്ടെയ്നിങ് പെൻസിലിൻ അടങ്ങിയ ഒരു സോളിഡ് മീഡിയം കൾച്ചർ മീഡിയം ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. വെൻ ബാസിലസ് ആന്ത്രാസിസ് is grown on a solid medium containing 0.05 to 0.5 units of penicillin per ml in 3 to 4 hours, the cells become large, spherical, and occurs in chains on the surface of the agar resembling the string of pearls. മുത്തുകൾ പോലെ, പേൾസ് പോലെ, പേൾസിൻ്റെ ചെയിൻ പോലെ, മാല പോലെ, മുത്തുകൾ കോർത്ത് മാല പോലെയുള്ള ഒരു അപ്പിയറൻസിൽ ഇത് കാണപ്പെടുന്നു. സോളിഡ് മീഡിയം കണ്ടെയ്നിങ് പെൻസിലിനാണ് അടുത്ത കൾച്ചർ. ഇതിലെന്താണ് എൻ്റെ പ്രത്യേകത? ഇറ്റ്സ് എ സോളിഡ് മീഡിയം കണ്ടെയ്നിങ് പെൻസിലിൻ. 1 ml 0.05 മുതൽ 0.5 യൂണിറ്റ്സ് പെൻസിലിൻ വരെ കാണത്തക്ക രീതിയിലുള്ള ഒരു സോളിഡ് മീഡിയം. അതിൽ 3 മുതൽ 4 മണിക്കൂർ കഴിയുമ്പോൾ കൾച്ചർ ചെയ്ത് 3-4 മണിക്കൂർ കഴിയുമ്പോൾ വലുതും സ്പെറിക്കലുമായിട്ടുള്ള ലോങ് ചെയിൻ അപ്പിയറൻസ്, നമ്മുടെ മുത്ത് കോർത്ത് വെച്ചതുപോലെ നമുക്കുള്ള അപ്പിയറൻസ് അവിടെ ഈ ബാസിലസ് ആന്ത്രാസിസിന് കാണാൻ പറ്റും. ഈ സോളിഡ് മീഡിയം കണ്ടെയ്നിങ് പെൻസിലിൻ കൾച്ചർ മീഡിയം എന്തിനു സഹായിക്കുന്നു? ബാസിലസ് ആന്ത്രാസിസും ബാസിലസ് സെറിയസും എയറോബിക് ബാക്ടീരിയകൾ. എയറോബിക് ബാസിലസിലെ 2 മെയിൻ ടൈപ്പാണ് ബാസിലസ് ആന്ത്രാസിസും ബാസിലസ് സെറിയസും. ബാസിലസ് ആന്ത്രാസിസും ബാസിലസ് സെറിയസും തമ്മിൽ വേർതിരിച്ചെടുക്കാൻ, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന മീഡിയമാണ് സോളിഡ് മീഡിയം കണ്ടെയ്നിങ് പെൻസിലിൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള കൾച്ചർ. അപ്പം ബാസിലസ് ആന്ത്രാസിസിൻ്റെ കൾച്ചർ മീഡിയം ഏതൊക്കെ പറഞ്ഞു? ന്യൂട്രിയൻ്റ് അഗർ പറഞ്ഞു, ബ്ലഡ് അഗർ പറഞ്ഞു, ജലാറ്റിൻ സ്റ്റാബ് പറഞ്ഞു, സെലക്റ്റീവ് മീഡിയം പറഞ്ഞു, സോളിയൻ മീഡിയം കണ്ടെയ്നിങ് പെൻസിലിൻ പറഞ്ഞു. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ്? അതായത് എത്രത്തോളം ചെറുത്തു നിൽക്കാൻ പ്രതിരോധ ശക്തി ഈ ബാക്ടീരിയക്കുണ്ട്. ദ സ്പോർസ് ആർ റെസിസ്റ്റൻസ് ടു കെമിക്കൽ ഡിസിൻഫെക്റ്റൻസ് ആൻഡ് ഹീറ്റ്. ചൂടിനും കെമിക്കൽ ഡിസിൻഫെക്റ്റൻസിനും റെസിസ്റ്റൻ്റ് ആണ് ഇതിൻ്റെ സ്പോറുകൾ. With moist heat and the vegetative bacilli are killed at 60 degrees Celsius in 30 minutes. 60 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ 30 മിനിറ്റ് ചൂടാക്കി കഴിഞ്ഞാൽ മോയിസ്റ്റ് ഹീറ്റിൽ ഇതിൻ്റെ വെജിറ്റേറ്റീവ് ബാസിലി എല്ലാം നശിച്ചു പോകും. എന്നാൽ അവിടെ സ്പോർ നശിക്കത്തില്ല. അതിൻ്റെ സ്പോർ നശിപ്പിക്കണമെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് മോയിസ്റ്റ് ഹീറ്റ് കൊടുക്കണം. എന്നാൽ മാത്രമേ ആന്ത്രാക്സിൻ്റെ സ്പോറുകൾ നശിക്കത്തുള്ളൂ. With moist heat, the vegetative bacilli are killed at 60 degrees Celsius in 30 minutes. Spores are killed at 100 degrees Celsius in 10 minutes. The spores are also killed by 4% formaldehyde or 4% potassium permanganate in few minutes. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ 4% 4% ഫോർമാൽഡിഹൈഡിലോ 4% പൊട്ടാസ്യം പെർമാംഗനേറ്റോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പോറുകൾ നമുക്ക് വിത്തിൻ മിനിറ്റ്സ് നമുക്ക് അതിനെ നശിപ്പിക്കാൻ പറ്റും.
എന്നാൽ ഡ്രൈ ഹീറ്റിലാണ്, ഇവിടെ മോയ്സ് ഹീറ്റാണ് നമ്മൾ പറഞ്ഞത്, ഇവിടെ ഡ്രൈ ഹീറ്റിലാണെങ്കിലോ ഈ സ്പോറുകൾ നശിക്കണമെങ്കിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ 60 മിനിറ്റ് ചൂടാക്കണം. അപ്പോൾ ഏതാണ് ഏറ്റവും ബെസ്റ്റ്? മോയ്സ് ഹീറ്റാണ് അല്ലേ. 100 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് മതി. ഇവിടെ 150 ഡിഗ്രി സെൽഷ്യസിൽ 60 മിനിറ്റ് ഉണ്ടെങ്കിൽ ഡ്രൈ ഹീറ്റിൽ നമുക്ക് സ്പോറിനെ കൊല്ലാൻ പറ്റത്തുള്ളൂ. The bacilli are sensitive to benzyl penicillin, streptomycin, tetracycline, chloramphenicol, ciprofloxacin, cephalosporin and sulfonamides. ഈ ബാക്ടീരിയകൾക്കെല്ലാം ഇത് സെൻസിറ്റീവ് ആണ്. അതായത് ഇതെല്ലാമാണ് കോമൺലി അവിടെ ഈ ബാക്ടീരിയക്കെതിരെയുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ചുള്ള റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെസിസ്റ്റൻസ് ടു കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ. നമ്മൾ സോപ്പ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത് കൊണ്ടോ മറ്റു കെമിക്കൽസ് ഉപയോഗിക്കുന്നത് കൊണ്ടോ നമുക്കൊന്നും ഇവയെ കൊല്ലാൻ പറ്റത്തില്ല. ഇത് നശിക്കണമെങ്കിൽ അതിൻ്റെ വെജിറ്റേറ്റീവ് ഫോം നശിക്കണമെങ്കിൽ 60 ഡിഗ്രി സെൽഷ്യസിൽ മോയ്സ് ഹീറ്റിൽ ചൂടാക്കുക 30 മിനിറ്റ്. സ്പോർ നശിക്കണമെങ്കിൽ മോയ്സ് ഹീറ്റിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്. ഡ്രൈ ഹീറ്റിലാണെങ്കിൽ സ്പോറുകൾ നശിക്കാൻ 150 ഡിഗ്രി സെൽഷ്യസ് 60 മിനിറ്റ്. അതല്ല എങ്കിൽ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് നമുക്ക് അവയെ കൊല്ലാൻ പറ്റും. 4% ഫോർമാൽഡിഹൈഡോ 4% പൊട്ടാസ്യം പെർമാംഗനേറ്റോ യൂസ് ചെയ്ത് നമുക്ക് അവയെ നശിപ്പിക്കാം. ഇത് ഏതിനാണ് സെൻസിറ്റീവ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ബാക്ടീരിയകൾ, ഏത് ആൻറ്റിബയോട്ടിക്സ് ആണ് ഇതിന് യൂസ്ഫുൾ ആയിട്ടുള്ളത്? ദാറ്റ് ഈസ് ബെൻസൈൽ പെനിസിലിൻ, സ്ട്രെപ്റ്റോമൈസിൻ, ടെട്രാസൈക്ലിൻ, ക്ലോറാംഫെനിക്കോൾ, സിപ്രോഫ്ലക്സാസിൻ, സെഫലോസ്പോറിൻ ആൻഡ് സൾഫോണാമൈഡ്സ്. നെക്സ്റ്റ് വൺ ബാസിലസ് ആന്ത്രാസിസ്. ഏതൊക്കെ രീതിയിലാണ് ബാസിലസ് ആന്ത്രാസിസ് അല്ലെങ്കിൽ ആന്ത്രാക്സ് ഉണ്ടാകുന്നത്? പ്രധാനമായി 3 ടൈപ്പാണ് ആന്ത്രാക്സ്. ഒന്ന് ഇൻഹലേഷൻ, മറ്റൊന്ന് ക്യൂട്ടേനിയസ്, മറ്റൊന്ന് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ബാസിലസ് ആന്ത്രാക്സ് യു ക്യാൻ ഗെറ്റ് ആന്ത്രാക്സ് ബൈ 3 വേസ്. എങ്ങനെയൊക്കെ ഉണ്ടാവും? ആന്ത്രാക്സ് ത്രൂ ടച്ച്, ത്രൂ ബ്രീത്തിങ് സ്പോർ ഓർ ഇൻജസ്റ്റിംഗ് ഇൻഫെക്റ്റഡ് പ്രോഡക്ട്സ്. നമ്മൾ സ്പർശനത്തിലൂടെ നമുക്ക് ഈ ബാക്ടീരിയകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിൽ കയറാം, അല്ലെങ്കിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതിലൂടെ കയറാം, അല്ലെങ്കിൽ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആന്ത്രാക്സ്, ബാസിലസ് ആന്ത്രാക്സിസ് ഉള്ള ഫുഡ് ഏതെങ്കിലും നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ഇത് നമ്മുടെ ശരീരത്തിൽ കയറാം. അപ്പോൾ അതിൻ്റെ സൈക്കിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പശുവുണ്ട്, ഒരു പശുവോ ആടോ എന്തെങ്കിലും ആവട്ടെ, ഒരു മൃഗം, അതിൽ നിന്ന് അന്തരീക്ഷത്തിലോട്ടും മണ്ണിലോട്ടും അതിൻ്റെ വെജിറ്റേറ്റീവ് ഫോം സ്പോറുകളും ഉണ്ടാകുന്നു. അവിടെ നിന്ന് നമുക്ക് ഇൻഹലേഷൻ വഴിയോ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ വഴിയോ അല്ലെങ്കിൽ ക്യൂട്ടേനിയസ് വഴിയോ നമ്മുടെ ശരീരത്തിൽ ഇത് എത്തുന്നു. അങ്ങനെ നമുക്ക് മനുഷ്യർക്ക് ആന്ത്രാക്സ് ഡെവലപ്പ് ചെയ്യുന്നു. അതിൽ ഓരോന്നായിട്ട് നോക്കാം. ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ് മോസ്റ്റ് കോമൺ, മേക്കിംഗ് അപ്പ് 95% ഓഫ് ഇൻഫെക്ഷൻ ആണ്. ഏറ്റവും കൂടുതലായിട്ട് ആന്ത്രാക്സ് ഉണ്ടാകുന്നത് ക്യൂട്ടേനിയസ് ആണ്. ബാക്ടീരിയം എൻറ്റേഴ്സ് ദ ബോഡി ത്രൂ എ ബ്രേക്ക് ഇൻ ദ സ്കിൻ. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടെങ്കിൽ ആ മുറിവിലൂടെയാണ് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറുന്നത്. ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ഹാൻഡ്ലിംഗ് ഓഫ് ആനിമൽ പ്രോഡക്ട്സ്. ആന്ത്രാക്സ് ഉള്ള അനിമൽസിൻ്റെ എന്തെങ്കിലും പ്രോഡക്ട്സ്, പാലുൽപ്പന്നങ്ങൾ, മറ്റു വേസ്റ്റ് മെറ്റീരിയൽസ്, പശുവിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഇത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആന്ത്രാക്സ് ഉള്ള മൃഗങ്ങളുടെ എന്തെങ്കിലും ശരീരഭാഗങ്ങളോ നമ്മൾ ടച്ച് ചെയ്യുന്നു, നമ്മുടെ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു, അതുവഴി നമ്മുടെ ശരീരത്തിൽ ഈ മൈക്രോ ഓർഗാനിസം കയറുന്നു. നമ്മുടെ ശരീരത്തിൽ അവിടെ എന്തുണ്ടാവും? ഇൻഫെക്ഷൻ ഡെവലപ്പ് ഇൻ ടു പെയിൻലെസ് അൾസർ. വേദനയില്ലാത്ത അൾസർ അവിടെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഒപ്പം ഇങ്ങനെ ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ലിംഫ് നോഡുകളിൽ സ്വെല്ലിംഗ് ഉണ്ടാക്കും, ലിംഫഡിനോപ്പതി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇൻ കേസസ് ദാറ്റ് ഗോ അൺട്രീറ്റഡ് ദ മോർട്ടാലിറ്റി റേറ്റ് ഈസ് അബൌട്ട് 20%. ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ 20% പേര് മരണപ്പെടാൻ കാരണമാകുന്നു. ഡെത്ത് ഈസ് റെയർ വിത്ത് ദ യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ മരണം നമുക്ക് അവിടെ മാറ്റിവെക്കാൻ പറ്റും. സോ ഡെത്ത് ഈസ് റെയർ ഇൻ വിത്ത് യൂസ് ഓഫ് antibiotics. Cutaneous anthrax used to be caused by shaving brushes made with animal hair. മൃഗങ്ങളിൽ നിന്നുള്ള മുടി കൊണ്ടുണ്ടാക്കിയ ഷേവിംഗ് ബ്രഷുകളാണ്. അത് യൂസ് ചെയ്യുന്നത് വഴി ചില ആൾക്കാർക്ക് ക്യൂട്ടേനിയസ് ആന്ത്രാക്സ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. It begins 2 to 5 days after infection as a small papule that develops within a few days into vesicle filled with a dark bluish black fluid. അവിടെ ആദ്യം ഒരു പാപ്യൂൾ ഉണ്ടാകുന്നു, അവിടെ പിന്നെ അതൊരു വെസിക്കിളായി മാറുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ അതിനുള്ള ബ്ലാക്ക് ഫ്ലൂയിഡ്, ഡാർക്ക് ബ്ലൂയിഷ് ബ്ലാക്ക് ഫ്ലൂയിഡ് അടങ്ങിയ വെസിക്കിൾസ് ഫോം ചെയ്യുന്നു. അതിനുശേഷം ഈ വെസിക്കിൾസ് റപ്ചറായി അവിടെ കറുത്ത എഷാർ, black HR at the base with a very prominent inflammatory ring of reaction around the HR. അതിന് ചുറ്റും ഫുള്ളായിട്ട് ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ ഉൾപ്പെടെ അതിൻ്റെ റപ്ചറായി കാണപ്പെടുന്നു. ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് മാലിഗ്നൻറ്റ് പെസ്റ്റ്യൂൾ എന്നാണ് പറയുന്നത്.
അപ്പോൾ സ്കിന്നിലൊരു മുറിവുണ്ടായിരുന്നു, അതുവഴി മൈക്രോ ഓർഗാനിസം ശരീരത്തിൽ കയറുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? പാപ്യൂൾ ഡെവലപ്പ് ചെയ്യുന്നു. അത് വെസിക്കിൾ ഫ്ലൂയിഡ് ഫിൽഡായിട്ട്, ബ്ലാക്ക് ഫ്ലൂയിഡ് ഫിൽഡായിട്ടുള്ള വെസിക്കിളായി മാറുന്നു. പിന്നെ അത് റപ്ചർ സംഭവിക്കുന്നു. അത് മാലിഗ്നന്റ് പസ്റ്റ്യൂളായി മാറും. ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻ. ദ ലീഷൻ ഈസ് ക്ലാസിക്കലി ഫൗണ്ട് ഓൺ ഹാൻഡ്, ഫോർആം, ഹെഡ് ആൻഡ് ഈസ് പെയിൻലെസ്. വേദനയില്ലാത്ത കയ്യിലും കൈപ്പത്തിയിലും തലയിലുമൊക്കെയാണ് ഇതുപോലെയുള്ള മുറിവുകൾ, ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ്, ക്യൂട്ടേനിയസ് ആന്ത്രാക്സ് ഉണ്ടാകുന്നത്. ദ ഡിസീസ് യൂസ് ടു ബി കോമൺ ഇൻ ഡോഗ് വർക്കേഴ്സ് ക്യാരിങ് ലോഡ് ഓഫ് ഹൈഡ്സ്, സ്കിൻ ഓഫ് ദെയർ ബെയർ ബാക്സ്. അതായത് മൃഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, നമ്മുടെ സ്വെറ്റർ പോലെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ കൂടുതലായിട്ട് ഇത് കാണപ്പെടും. ഇൻഹലേഷൻ ആന്ത്രാക്സ്, അതായത് ഞാൻ പറഞ്ഞു മറ്റൊരു മെത്തേഡാണ് ശ്വസനത്തിലൂടെ, ഇൻസ്പിരേഷനിലൂടെ ഇത് നമ്മുടെ ലങ്സിൽ എത്തിപ്പെടാം. ഇൻഹലേഷൻ ആന്ത്രാക്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ട്രാൻസ്മിഷൻ ഈസ് ത്രൂ ഇൻഹലേഷൻ ഓഫ് ആന്ത്രാക്സ് സ്പോർസ്. ദിസ് ഈസ് ദ ടൈപ്പ് ദാറ്റ് വാസ് യൂസ്ഡ് ഇൻ ദ 2001 ബയോ ടെററിസ്റ്റ് അറ്റാക്ക്. പണ്ട് 2001 ഒരുപാട് ആൾക്കാർക്ക് വന്നൊരു പ്രോബ്ലമാണ് ഇൻഹലേഷൻ ആന്ത്രാക്സ്. ചെറിയൊരു കോമൺ കോൾഡും പിന്നെ അത് സിവിയർ ബ്രീത്തിങ് പ്രോബ്ലവും പിന്നെ ഷോക്കിലോട്ടും കൊണ്ടെത്തിക്കുകയും ചെയ്തതാണ് ഇൻഹലേഷൻ ആന്ത്രാക്സ്. ഇൻഹലേഷൻ ആന്ത്രാക്സ് ഈസ് വെരി ഫേറ്റൽ. മറ്റു ടൈപ്പിനെ കമ്പയർ ചെയ്ത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പാണ്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഇതുപോലെ ആയിരിക്കും ലങ്സിൽ ആന്ത്രാക്സ് ബാധിച്ചു കഴിഞ്ഞ പേഷ്യൻസിൻ്റെ ലങ്സ്. അവിടെ റെഡ് ആരോ പോയിന്റ്സ് എന്ന് പറയുന്നത്, ഈ ഒരു റെഡ് ആരോ പോയിന്റ്സിൽ കാണിക്കുന്ന ഈ പോയിന്റ്സ് സ്പോറുകളാണ്, ബാസിലസിൻ്റെ സ്പോറുകളാണ്. നെക്സ്റ്റ് വൺ, പൾമണറി ആന്ത്രാക്സ് നോൺ എസ് വൂൾ സോട്ടേഴ്സ് ഡിസീസ്. അതായത് ലങ്സിൽ ആന്ത്രാക്സ് ബാധിച്ചു കഴിഞ്ഞാൽ അതിന് എന്ത് പറയുന്നു? വൂൾ സോട്ടേഴ്സ് ഡിസീസ് എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് കോമൺ ഇൻ വർക്കേഴ്സ് ഇൻ വൂൾ ഫാക്ടറീസ്. വൂൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ട്, ബിക്കോസ് ഓഫ് ദ ഇൻഹലേഷൻ ഓഫ് ഡസ്റ്റ് ഫ്രം ഇൻഫെക്റ്റഡ് വൂൾ. ആന്ത്രാക്സ് ഉള്ള മൃഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വൂള് അതുമായിട്ട് കോണ്ടാക്റ്റിലുള്ള കോമൺ വർക്കേഴ്സിന്, വൂൾ സോട്ടേഴ്സിന് കൂടുതലായിട്ട് പൾമണറി ആന്ത്രാക്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയുന്നു? വൂൾ സോട്ടേഴ്സ് ഡിസീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ഹെമറേജിക് ന്യൂമോണിയ. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ഡെവലപ്പ് ചെയ്യാം? ഹെമറേജിക് മെനിഞ്ചൈറ്റിസ്, ഹെമറേജിക് ന്യൂമോണിയൊക്കെ കോംപ്ലിക്കേഷനായിട്ട് ഉണ്ടാകാറുണ്ട്. നെക്സ്റ്റ് മൂന്നാമത്തെ ടൈപ്പാണ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ആന്ത്രാക്സ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ നമുക്ക് ആന്ത്രാസിസ് അല്ലെങ്കിൽ ബാസിലസ് ആന്ത്രാസിസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നു. ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഈറ്റിംഗ് ഓഫ് അണ്ടർ കുക്ക്ഡ് കണ്ടാമിനേറ്റഡ് മീറ്റ് ഓർ അനിമൽ പ്രോഡക്ട്സ്, റിസൾട്ട്സ് ഇൻ അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗട്ട്. അതായത് നന്നായിട്ട് കുക്ക് ചെയ്യാതെ അനിമൽ പ്രോഡക്ട്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഈ ആന്ത്രാക്സ് എന്ത് ചെയ്യുക? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാം. ഇതിൻ്റെ ഫലമായിട്ട് നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുകയും പിന്നീട് സമയം കഴിയും തോറും ഇത് വളരെ സിവിയറായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു. ഇതിൽ മരണനിരക്കും ഒരു 25 to 60% നമുക്ക് മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടാകാറുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ആന്ത്രാക്സ് ഉണ്ടായ, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ആന്ത്രാക്സ് ഉണ്ടായ ഒരാളുടെ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ കണ്ടതാണിത്. ദിസ് എ സിവിയർ എഡിമ ആൻഡ് ഹെമറേജ്. വളരെ സ്വെല്ലിങ്ങും, അതായത് നമ്മുടെ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ സിവിയർ എഡിമയും ബ്ലീഡിങ്ങും ഉണ്ടാകും. ഇൻഡസ്റ്റൈനൽ ആന്ത്രാക്സ് ഈസ് റെയർ, പക്ഷെ വളരെ റെയറാണ്. കാരണം നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അത്രത്തോളം അതിനുള്ള ചാൻസ് അവിടെ ഇല്ല. പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ സിവിയർ ആണ്. നെക്സ്റ്റ്, ഇതിൻ്റെ ടോക്സിൻസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ബാസിലസ് ആന്ത്രാസിസിൻ്റെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഉണ്ടാകുന്ന ടോക്സിൻസ്. ടോക്സിൻ ഹാസ് 3 parts. That is, first one is lethal factor, second one an edema factor, third one protective antigen. 3 parts ഇതിൻ്റെ ടോക്സിൻസിൻ്റെ. The lethal effect of Bacillus anthracis infection are mediated by a toxin. ആ ടോക്സിന് 3 പാർട്ടുകളുണ്ട്. ഫസ്റ്റ് വൺ lethal factor, second one edema factor and third one protective ആൻറ്റിജൻ. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, അത്രത്തോളം കൂടുതലൊന്നും അറിയേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് ഇതിൻ്റെ വാക്സിനേഷനെ കുറിച്ചാണ്. ദ വാക്സിൻ ഫോർ ആന്ത്രാക്സ് ഇറ്റ്സ് എ ടോക്സോയിഡ് വാക്സിൻ. പ്രൊട്ടക്റ്റീവ് ആൻറ്റിജൻ ഈസ് ദ ടോക്സോയിഡ്. ആഫ്റ്റർ ഇഞ്ചക്ഷൻ ഇമ്മ്യൂണിറ്റി ടു ദ പ്രൊട്ടക്റ്റീവ് ആൻറ്റിജൻ ഈസ് അറ്റൈൻഡ്. നമുക്ക് ആ ഒരു ആൻറ്റിജനെതിരെയുള്ള ആൻറ്റിബോഡി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യും ഇഫ് യു ആർ ടേക്കിംഗ് വാക്സിൻ അഗൈൻസ്റ്റ് ആന്ത്രാക്സ്. ഓക്കെ, അതത്ര മാത്രം മതി. അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ആർ സഫീഷ്യൻറ്റ് പോസ്റ്റ് എക്സ്പോഷർ ഇൻ മോസ്റ്റ് കേസസ്. അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് ആന്ത്രാക്സ് വന്നു കഴിഞ്ഞാൽ അവിടെ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് തന്നെ ധാരാളമാണ് അവർക്കുള്ള ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വാക്സിൻ ഏതൊക്കെ സമയത്ത് നമ്മൾ ആദ്യം എടുത്തു കഴിഞ്ഞാൽ 2 ആഴ്ച കഴിയുമ്പോൾ അടുത്തെടുക്കുക, വീണ്ടും 4 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും
എടുക്കുക. വീണ്ടും നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ 6 ആഴ്ച കഴിയുമ്പോൾ, പിന്നെ 12 ആഴ്ച കഴിയുമ്പോൾ, 18 മാസം, 6 മാസം, 12 മാസം, 18 മാസം കഴിയുമ്പോൾ അങ്ങനെ ആനുവൽ ബൂസ്റ്റേഴ്സും പിന്നെ എടുക്കാം. അങ്ങനെയും വാക്സിൻ അവൈലബിൾ ആണ്. ഇനി ഓൾറെഡി വാക്സിൻ ഈ ഒരു ആന്ത്രാക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ആൻറ്റിബയോട്ടിക് തന്നെ സഫീഷ്യൻ്റ് ആണ്, അവർക്ക് അതിനുള്ള ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. സോ വാക്സിൻസ് ഓൾസോ അവൈലബിൾ. നെക്സ്റ്റ് ആരൊക്കെയാണ് റിസ്ക്? ഞാൻ ഓൾറെഡി പറഞ്ഞു, മിലിറ്ററി പേഴ്സണൽസ് റിസ്ക്ഫുൾ ആണ്. Laboratory workers contact with these organs, they are riskful. People who are working with animal products, they are more riskful. And what are the treatment? There are several prescription drugs prescribed for anthrax infection, that is ciprofloxacin, doxycycline, penicillin, erythromycin, chloramphenicol. These are all the different antibiotics used for the anthrax. എക്സ്പെഷ്യലി cutaneous ആന്ത്രാക്സ് അല്ലെങ്കിൽ സിവിയർ കേസസ് വരുമ്പോൾ അവിടെ നമുക്ക് ഒരു ആൻറ്റിബയോട്ടിക്കിന് പകരം മൾട്ടിപ്പിൾ ആൻറ്റിബയോട്ടിക്സ് നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബാസിലസ് ആന്ത്രാക്സിസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇന്ന് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഞാൻ ചുരുക്കി പറയാം. 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മൈക്രോ ഓർഗാനിസമാണ് ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറയുന്നത്. ബാക്ടീരിയയുടെ മോർഫോളജി അനുസരിച്ച് ബാക്ടീരിയ പല ടൈപ്പ് തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈപ്പാണ് ബാസിലസ്. ബാസിലസ് തന്നെ എറോബിക്കുമുണ്ട്, അനറോബിക്കുമുണ്ട്. അതിൽ എറോബിക്കിലെ ഒരു ടൈപ്പാണ് ബാസിലസ് ആന്ത്രാസിസ്. ബാസിലസ് ആന്ത്രാസിസ് ആണ് ആന്ത്രാക്സ് എന്നുള്ള രോഗം പടർത്തുന്നത്. മനുഷ്യനിലല്ല, മനുഷ്യനിൽ സെക്കൻഡറി ആയിട്ടാണ് ആന്ത്രാക്സ് ഉണ്ടാകുന്നത്. മൃഗങ്ങളിൽ ആദ്യം ഉണ്ടാകുന്നു, മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലോട്ട് ഇത് വരികയും ചെയ്യുന്നു. കുറച്ച് ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ആദ്യമായിട്ട് ആരാണ് കണ്ടുപിടിച്ചത്, കോസ്റ്റ് പോസ്റ്റ്ലേറ്റ്സ് ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ മോർഫോളജി, നോൺ ആസിഡ് ഫാസ്റ്റ്, നോൺ മൊട്ടൈൽ, ലാർജസ്റ്റ് ബാക്ടീരിയ, റെക്ടാങ്കുലർ ഷേപ്പ് അതിൻ്റെ സ്പോറിനെ കുറിച്ച് എല്ലാം നമ്മളിവിടെ പറഞ്ഞു. കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് കൾച്ചർ മീഡിയ നമ്മൾ പറഞ്ഞത്? ന്യൂട്രിയൻ അഗർ, ബ്ലഡ് അഗർ, ജെലാറ്റിൻ സ്റ്റാമ്പ്, സെലക്റ്റീവ് മീഡിയം, സോളിഡ് മീഡിയം കണ്ടെയ്നിങ് പെൻസിലിൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ബാസിലസ് ആന്ത്രാസിസ് വളർത്തുന്ന കൾച്ചർ മീഡിയ. പിന്നെ അതിൻ്റെ റെസിസ്റ്റൻസ് പവറിനെ കുറിച്ച്. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുകയാണ്. ഈ നമ്മുടെ ഫ്രീ ക്ലാസ്സസിലൂടെ ഞാൻ തരുന്ന ഈ ബാക്ടീരിയാസ് മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എല്ലാ പെത്തോജനിക് ഓർഗാനിസംസും നിങ്ങൾ പഠിക്കണം. എല്ലാ പെത്തോജനും ഏത് ഓർഗാനിസം വേണമെങ്കിൽ ക്വസ്റ്റ്യന് ചോദിക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ 3rd സെമ്മിന് ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. റെഗുലർ കോഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ലഭിക്കുന്നതിനും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് ലഭിക്കുന്നതിനും ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതിനും MCQസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് അന്ന് തന്നെ ലഭിക്കുന്നതിന് നിങ്ങൾക്ക് ഞങ്ങളുടെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8891112797 എന്നുള്ള നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, എന്തെങ്കിലും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലോ അല്ലെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിന് ക്ലാരിഫിക്കേഷൻ തരും. പക്ഷേ എന്ത് തന്നെയായാലും എനിക്ക് പറയാനുള്ളത്, സിലബസ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾ കണ്ടന്റ് പഠിക്കണം. ഡീറ്റെയിൽ ആയിട്ട് കണ്ടന്റ് നോക്കാതിരുന്നു കഴിഞ്ഞാൽ മൈക്രോബയോളജിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള സമയം എന്ത് ചെയ്യുക, നഷ്ടപ്പെടുത്താതെ നന്നായിട്ട് പഠിക്കുക. അതിനുവേണ്ട എല്ലാ അസിസ്റ്റൻസും ആസ് എ ടീം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് എന്തെങ്കിലും സജഷൻസോ കമൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ നിങ്ങൾക്ക് കമൻ്റായിട്ട് മെൻഷൻ ചെയ്യാവുന്നതാണ്. വി വിൽ ട്രൈ ടു മേക്ക് ദാറ്റ് കറക്ഷൻസ്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ റെസിസ്റ്റൻസ്, പിന്നെ എന്തൊക്കെ പറയും നമ്മൾ, ടൈപ്സ് ഓഫ് ആന്ത്രാസിസ്, ഇൻഹലേഷൻ ആന്ത്രാസിസ്, ക്യൂട്ടേനിയസ് ആന്ത്രാസിസ്, ഗാസ്ട്രോഇൻറ്റസ്റ്റൈനൽ, അവയുടെ ഓരോന്നിൻ്റെയും സൈക്കിള്, എങ്ങനെയാണത് പടരുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ്, അവയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ ടോക്സിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ വാക്സിനെ കുറിച്ച് പറഞ്ഞു, ആരാണ് റിസ്ക്ഫുൾ ആണെന്ന് പറഞ്ഞു, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്, എന്തൊക്കെ ആൻറ്റിബയോട്ടിക്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് ബാസിലസ് ആന്ത്രാസിസ്. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത